വീണ്ടും ചർച്ചയിലേക്ക് ശ്രീ റോയ് മാത്യു, ഫലത്തിൽ ഇത് ഈ പോൾ ആന്റണിക്ക് വേണ്ടിയിട്ടാണ് IAS അസോസിയേഷൻ ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളതെങ്കിലും തീർച്ചയായും അല്ല, ഇപ്പോൾ ഈ വിഷയം വന്നിരിക്കുന്നത് പോൾ ആന്റണിക്ക് വേണ്ടിയാണല്ലോ ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളതെങ്കിലും ആത്യന്തികമായി അത് EP ജയരാജനെതിരായ തെളിവുകളായി കൂടി മാറില്ലേ? കാരണം ഒന്ന്, ഇത് വളരെ വ്യക്തമായി അവർ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നു ഈ നിലയ്ക്കാണ് കാര്യങ്ങൾ സംഭവിച്ചത് എന്ന്. മറ്റൊന്ന്, പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് EP ജയരാജൻ കമ്മിറ്റിയിൽ സമ്മതിച്ചതായി കോടിയേരി ബാലകൃഷ്ണനും പറഞ്ഞിട്ടുണ്ട്. അതും ഫലത്തിൽ വിജിലൻസിന് തെളിവല്ലേ? അതെ, വിജിലൻസിൻ്റെ ഇനിയുള്ള മൊഴിയെടുപ്പുകളിൽ അതാണ് ഇനി ഏറ്റവും പ്രസക്തമായ ഇനിയുള്ള ദിവസങ്ങളിൽ വിജിലൻസ് എടുക്കാൻ പോകുന്ന മൊഴി. ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഓരോരുത്തരും എന്ത് പറയും? ഇപ്പം ഇതാണ് ഇതിൻ്റെ ഇൻഡിക്കേഷൻ എങ്കിൽ ഈ IAS ഓഫീസർ അസോസിയേഷൻ്റെ തീരുമാനം ഇതാണ് എന്ന് തന്നെയാണ് അവർ എഴുതിയിരിക്കുന്നത്. ഇതിനെ അടിസ്ഥാനമാക്കിയ ഒരു മൊഴിയായിരിക്കുമല്ലോ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ പോൾ ആന്റണി കൊടുക്കാൻ പോകുന്നത്. കാരണം അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളത്, തെറ്റ് ചെയ്തില്ല എന്ന് പ്രൂവ് ചെയ്യാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ നിശ്ചയമായിട്ടും അദ്ദേഹം ഈ ലെവലിൽ തന്നെ ഒരു മറുപടിയെ കൊടുക്കാൻ സാധ്യതയുള്ളൂ. അത് തന്നെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. വളരെ കൃത്യമായി തന്നെ മന്ത്രിയുടെ ഓർഡർ അനുസരിച്ചു എന്ന് മാത്രമാണ് അവർ വളരെ കൃത്യമായി പറയുന്നത്. അപ്പോൾ മന്ത്രിയുടെ ഓർഡർ അറിയിക്കുന്ന ഒരാളെ എങ്ങനെ ക്രിമിനൽ കേസിൽ പ്രതിയാകുമെന്നാണ് അവർ ചോദിക്കുന്നത്. കൃത്യമായ സർക്കുലറിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഇനിയുള്ള ദിവസങ്ങൾ വരുന്നത്. പിന്നെ ഈ മന്ത്രിയുടെ രാജിക്ക് തലേ ദിവസം നടത്തിയ കോടിയേരി ബാലകൃഷ്ണന്റെ പത്രസമ്മേളനം, അതിനകത്ത് അദ്ദേഹം പറഞ്ഞു മിനിസ്റ്ററിന് പിഴവ് പറ്റിയിരുന്നു. അപ്പോൾ അതും ഇതിന് ഈ നിലവിലുള്ള സാഹചര്യങ്ങൾക്ക് ബലം കൂട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം ഇനി ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇതിൻ്റെ തലങ്ങൾ മാറുകയാണ് യഥാർത്ഥത്തിൽ. ഇപ്പോൾ ഈ സംഭവം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. CPM-ഉം ഈ ക്യാബിനറ്റും കുറെ കൂടി ബുദ്ധിമുട്ടുന്ന സിറ്റുവേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ശ്രീ ജോസഫ് വാഴക്കൻ, ഈ നിലയ്ക്ക് വിജിലൻസ് ഡയറക്ടർക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ, ഈ നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ തീർച്ചയായും CPM സർക്കാർ എന്ന നിലയ്ക്ക് പ്രതിസന്ധിയിലാകുമോ എന്നത് മുമ്പുള്ള ഒരവസ്ഥയായിരുന്നു. മന്ത്രി രാജിവെക്കേണ്ട സാഹചര്യമെല്ലാം ഉണ്ടായി, അദ്ദേഹം രാജിവെച്ച് പുറത്താണ്. പക്ഷേ CPM ആത്യന്തികമായി കൂടുതൽ പ്രതിസന്ധിയിലാകുമോ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ ശ്രീമതി ടീച്ചറിൻ്റെ പേരിലാണെങ്കിലും EP ജയരാജൻ്റെ പേരിലാണെങ്കിലും ഈ കേന്ദ്ര കമ്മിറ്റി ഒരു ചർച്ച പോലും ചെയ്യാത്തത്, ഒരു നടപടിയിലേക്ക് പോകാത്തത്. ഇതിൻ്റെ മൊഴിയെടുക്കൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൻ്റെ മൊഴിയെടുക്കുമ്പോൾ ശ്രീ EP ജയരാജൻ ഉള്ള കാര്യങ്ങൾ മുഴുവൻ സത്യം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എണ്ണത്തിൻ്റെ തല ഉരുളും, ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് വരും. അതല്ലാതെ ഒന്നുമല്ലാത്ത വെറും ഒരു ഫൂളൊന്നും അല്ലല്ലോ ശ്രീ EP ജയരാജൻ. അദ്ദേഹത്തെ CPM ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം സ്വതന്ത്രനായല്ലോ. പിന്നെ അദ്ദേഹം കാര്യങ്ങൾ തുറന്നു പറയും. കാരണം അവിടെ ഈ ഗവൺമെൻറ് വന്ന ആദ്യത്തെ ഒരു മാസത്തിനിടയിൽ ഒരുപാട് നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. നിങ്ങൾ ഈ രാജ്യത്തെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ചെയർമാൻമാരുടെ MD-മാരൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്ക്. അതിനകത്ത് അല്ല, അക്കാര്യത്തിൽ അത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അടക്കമുള്ള നിയമനങ്ങളെ കുറിച്ച് ഇപ്പോൾ അന്വേഷണം നടക്കുകയാണല്ലോ. അല്ല, അത് നടക്കട്ടെ. ആ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തെ നിയമനത ഏത് കാര്യവും നടക്കട്ടെ. അവസാനത്തെ 3 മാസത്തെ തീരുമാനങ്ങൾ മുഴുവൻ പുനഃപരിശോധിക്കാൻ വേണ്ടി ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കിയല്ലോ. 7 മാസമായല്ലോ, ഒന്നും വെളിയിലോട്ട് വരുന്നില്ലല്ലോ. വരട്ടെ, അതൊക്കെ ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമല്ല. ഇവിടെ ഈ ഗവൺമെൻറ് അഴിമതിക്കെതിരെ വിശുദ്ധ യുദ്ധം അല്ല, ഞാൻ പറയുന്നത് വിശുദ്ധ യുദ്ധം നടത്തി അഴിമതിക്കെതിരെ പോരാട്ടം നടത്തിക്കൊണ്ട് അധികാരത്തിൽ വന്നവരല്ലേ. എന്തിനാണ് ആദ്യത്തെ ഒരു മാസം കൊണ്ട് ഈ പ്രഖ്യാപനങ്ങൾ മുഴുവൻ നടന്നത്? എത്രയോ ആളുകളെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. വല്ല നീതിയുള്ള കാര്യങ്ങൾ വല്ലതാണോ? ഏത് യോഗ്യതയുടെ പേരിലാണ് ചെയ്തിരിക്കുന്നത്? 1, 2 അല്ല. EP ജയരാജൻ വ്യവസായ വകുപ്പിൽ ഒരുപാട് നിയമനങ്ങൾ നടന്ന സ്ഥലമാണ്. ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതിൻ്റെ കീഴിലുള്ളതാണ്. അവിടെയൊക്കെ വെച്ചിരിക്കുന്നത് CPM-മായി വളരെ അടുത്ത ബന്ധമുള്ള പ്രധാനപ്പെട്ട ആളുകളാണ്. അതൊന്നും റിയാബിൻ്റെ റെക്കമെൻഡേഷനിൽ വന്നിട്ടുള്ളതല്ല പല പേരുകളും. അതൊക്കെ EP ജയരാജൻ അറിയാം. അതുകൊണ്ടാണ് EP ജയരാജനെ സമാശ്വസിപ്പിച്ച് തൽക്കാലത്തേക്ക് മന്ത്രി, കാരണം അദ്ദേഹത്തെ ഒരു തരത്തിലും രക്ഷിക്കാൻ വഴിയില്ല. കാരണം വളരെ കൃത്യമായി അദ്ദേഹം കടലാസിൽ എഴുതി ഓർഡർ ഇട്ട് കൊടുത്തിരിക്കുക ഇന്നയാളെ പോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ മാത്രം ഒഴിവാക്കി ബാക്കിയുള്ളവരെ മുഴുവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമോ? അതുകൊണ്ട് ഒരു പൂർണ്ണമായും ശ്രീ KJ ജേക്കബ്, ഇത് ആത്യന്തികമായി EP ജയരാജന് പിഴവ് പറ്റി എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ആ പിഴവ് എന്നത് അത് ഒരുപക്ഷെ കുറേ കൗതുകകരമായി ആ പിഴവിനെ അവതരിപ്പിച്ചത് ഒരുപക്ഷെ PK കുഞ്ഞാലിക്കുട്ടിയായിരിക്കും. അദ്ദേഹം സഭയിൽ പറഞ്ഞത് ഇതൊക്കെ എല്ലാ കാലത്തും സംഭവിക്കുന്നതാണ്, പക്ഷേ ഇങ്ങനെയൊക്കെ എഴുതിയൊക്കെ ആരെങ്കിലും കൊടുക്കുമോ എന്നത് വലിയ തമാശയാണെന്നുള്ള മട്ടിലാണ് അദ്ദേഹം അവതരിപ്പിച്ചത് തന്നെ. അപ്പോൾ ഈ നടപടികളിൽ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ധാർഷ്ട്യത്തോടെയുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുകയല്ലേ കൂടുതൽ ഉചിതം?
എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കേണ്ടി വരുന്നത് മാത്രമല്ല, CPM അതിൻ്റെ പുറത്ത് ഒരു നടപടി എടുക്കാതിരിക്കുന്നതുകൊണ്ട് ശ്രീ വാഴക്കനെ പോലെയുള്ളവർ ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങളും മറുപടി പറയേണ്ട ഒരു അവസ്ഥയിലോട്ട് എത്തിച്ചേർന്നു. നോക്കൂ, ശ്രീ വാഴക്കൻ പറഞ്ഞു നോക്കുക, അദ്ദേഹം എന്ത് പിന്നെ വ്യാപകമായിട്ടാണ് ഈ സർക്കാരിന് കീഴിൽ നടന്ന നിയമനങ്ങളൊക്കെ അഴിമതി നിറഞ്ഞതാണെന്ന് പറഞ്ഞത്. പക്ഷേ സ്പെസിഫിക് ആയിട്ട് അദ്ദേഹം ഒരു കേസ് പോലും അദ്ദേഹം പറയുന്നില്ല നമ്മളോട്. പറഞ്ഞോ, എത്ര എണ്ണം പറയണം? പറയൂ, ഇത് കൃത്യമായിട്ട്. ഇത് ഇപ്പൊ പോലും നമ്മൾ പറയുന്നത്, ശ്രീ രമേശ് ചെന്നിത്തല പറയുന്നത് അദ്ദേഹം അങ്ങനെ വിശ്വസിക്കുന്നു എന്നേ പറയുന്നുള്ളൂ. ഏത് ഈ നിയമത്തിൽ മുഖ്യമന്ത്രി നമ്മൾ നേരത്തെ ഇത് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ആണ്. എന്നിട്ട് എന്തുകൊണ്ട് പ്രതിപക്ഷം വിജിലൻസ് ഒരു കേസ് കൊടുത്തു? മുതല് നമ്മുടെ എന്തുകൊണ്ട് പ്രതിപക്ഷം, ഞാൻ ചോദിക്കട്ടെ, ഇത്രയധികം CPM വെച്ചിട്ടുണ്ടെങ്കിൽ EP ജയരാജന്റെ അന്വേഷണം നടക്കുന്നതിൽ ഇതെല്ലാം ഉൾപ്പെടുത്തണമെന്നാണ് പറയുന്നത്. ഇല്ല, അങ്ങനെ വരില്ലല്ലോ. ഒരു പുറത്തല്ല. അത് മാത്രമല്ല, ഇത് യോഗ്യതയനുസരിച്ചുള്ള നിയമനങ്ങളെ അന്വേഷണം നടക്കുന്നു. യോഗ്യതയനുസരിച്ചുള്ള നിയമനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ്. ഹർഷന ആണ്. നമുക്ക് പ്രതിപക്ഷത്തിന് എത്രയധികം ആരോപണം ഉണ്ടെങ്കിലും വിജിലൻസ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിക്ക് വിജിലൻസിൻ്റെ അതായത് മുഖ്യമന്ത്രി ഇതിനകത്ത് റോൾ ഉണ്ടെന്ന് പറഞ്ഞ് അന്വേഷിക്കാൻ വേണ്ടി കത്ത് കൊടുക്കും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ഏതെങ്കിലും ശ്രീ ആനത്തലവട്ടവാനത്തിൻ്റെ ബന്ധുവിനെക്കുറിച്ചോ ഇദ്ദേഹം പറയുന്ന ഈ അനേകം CPM ബന്ധുക്കളുടെ ഇതെല്ലാം അഴിമതിയാണെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷം ഒരു കഷ്ണം കടലാസ് വിജിലൻസിന് കൊടുക്കുന്നില്ല? അങ്ങനെയല്ലേ നമ്മളൊരു നിയമ നടപടിയിലേക്ക് പോകുന്നത്? ആണ്. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഇങ്ങനെ അഴിമതി ആരോപണങ്ങൾ ഇങ്ങനെ വിട്ടുകൊടുക്കാനുള്ള വഴി ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് സ്പെസിഫിക് ആയിട്ട് കോൺഗ്രസിന് പോലും ഒരു കേസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ ഇത്രയധികം CPM നേതാക്കന്മാർ ഇദ്ദേഹം പറഞ്ഞ പോലെ മാനേജിംഗ് ഡയറക്ടർമാരൊക്കെ ചുമ്മാ നിയമിക്കുകയായിരുന്നെങ്കിൽ പ്രതിപക്ഷം എവിടെ പോയിരിക്കുകയായിരുന്നു? ഈ 89 ദിവസം ഇവർ എന്തുകൊണ്ട് കൊടുത്തില്ല? ഇതിനകത്ത് പലപ്പോഴും പല പ്രശ്നങ്ങളും CPMകാർ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. കേരളത്തിലെ പ്രതിപക്ഷം എവിടെ പോയി? അപ്പൊ നമ്മൾ CPMകാരാ ബഹളം ഉണ്ടാക്കിയത്. ആ പാവപ്പെട്ട അച്യുതാനന്ദൻ മലപ്പുഴ ഒരു കത്ത് അയച്ചിട്ടുണ്ട്. പറയുന്ന പോലെ സ്കൂളല്ലാത്ത ഏറ്റവും ശക്തനായ പിന്നെ മന്ത്രിയോട് രാജിവെക്കാൻ പറഞ്ഞത് ആ പാർട്ടി തന്നെയാണ്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു പാർട്ടി ഉള്ളപ്പം ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി കോൺഗ്രസിന് പറ്റുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിയമനങ്ങളെക്കുറിച്ച് അറ്റ്ലീസ്റ്റ് ജേക്കബ് തോമസിനെങ്കിലും ഒരു പരാതി കൊടുത്തുകൂടെ? അങ്ങനെ കൊടുക്കാനുള്ള മെറ്റീരിയലൊന്നും കയ്യിലില്ലാതിരിക്കെ ഇങ്ങനെ പുകമുറ ഉണ്ടാക്കാനുള്ള ഒരു വഴി അല്ല, ആ സാധ്യത ഉണ്ടാക്കി കൊടുക്കുന്നത് CPM തന്നെയാണ് എന്ന് പറയണമല്ലോ. കാരണം ഈ കേന്ദ്ര കമ്മിറ്റിയിൽ പോലും അത് ഒരു ചർച്ചയ്ക്ക് എടുക്കുന്നു എന്നുള്ള സൂചന പോലും തരുന്നില്ല. ആണ് ഒരു തീരുമാനം ഈ പാർട്ടി ഇതിനകത്ത് ഉണ്ടാക്കട്ടെ. നാട്ടുകാരോട് പറയണ്ടേ, ഞങ്ങൾ ഒരു നേതാവിന് ഒരു തെറ്റ് പറ്റി, അദ്ദേഹത്തെ ഞങ്ങൾ ശാസിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നാട്ടുകാരോട്, അത് പാർട്ടിയുടെ തീരുമാനം. പക്ഷേ ഇതിൽ ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു നിലപാടുണ്ട്. കാരണം ഇത്ര സീരിയസ് ആയിട്ടുള്ള ഒരു കേസ് നേരിടുന്ന ഒരാൾ മന്ത്രിയായിരിക്കാൻ പാടില്ല എന്ന് നമ്മളുടെ എല്ലാവരുടെയും പ്രശ്നമാണ്. പാർട്ടിക്ക് നാട്ടുകാരുടെ ഉത്തരവാദിത്വം എന്നുള്ളത് അദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങളുടെ വിലയിരുത്തൽ ഇന്നതാണ്, ശരിയാണ്, തെറ്റാണ്, എന്തെങ്കിലും ആയിക്കോട്ടെ, നാട്ടുകാരോട് പറയാനുള്ള ഉത്തരവാദിത്വം CPMനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ പറയാത്തിടത്തോളം കാലം ഇത്തരം ആരോപണങ്ങൾ ആൾക്കാർ ഉന്നയിക്കും. തുടർച്ചയായി ഇനി ഈ ഒരൊറ്റ വിഷയത്തിൽ പ്രതിസന്ധിയിലാണ് പാർട്ടി എന്നത് ജനങ്ങൾക്ക് നന്നായി അറിയാം. ആ സാഹചര്യത്തിലാണ് എല്ലാ ആരോപണങ്ങളും ഒരുമിച്ച് ഉന്നയിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്. അല്ല, എല്ലാ ആരോപണങ്ങളും ഉന്നയിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ഒരു ധർമ്മമായിട്ട് അവരിപ്പോൾ മാറ്റിയിരിക്കുകയാണ്. അത് നടന്നോട്ടെ. ഈ ഗവൺമെൻറ് നടത്തിയത് മുഴുവൻ അഴിമതി അഴിമതി നിയമനങ്ങളാണ് എന്നുള്ള കാടടച്ചുള്ള ആക്ഷേപം എന്നൊക്കെ പറയുന്നത് അത് വെറും ഒരു തരംതാണ രാഷ്ട്രീയമാണ്. 3-4 മാസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ള ആളുകളെ ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലയിടത്തും വെച്ചത്. അതിനകത്ത് പറ്റിയ ഒരു കുഴപ്പമാണ് ഇപ്പോൾ ഈ പ്രശ്നം. അതല്ല, ഇത് പാർട്ടി ചർച്ച നിങ്ങൾ അധികം തിരക്ക് കൂട്ടാതിരിക്കുക, പാർട്ടിക്ക് ഇത് ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിപ്പം നാളെ തന്നെ ഇപ്പം തന്നെ വേണം എന്നൊക്കെ നിർബന്ധം പിടിക്കുന്നതിനോടുള്ള ഒരു മറ്റേ ഇഷ്ടക്കേട് മാത്രമേ എനിക്ക് ആ കാര്യത്തിലുള്ളൂ. ശ്രീ റോയ് മാത്യു, ഈ വാർത്ത ഇപ്പോൾ പുറത്തു വന്നത് തന്നെ ഇത് കേന്ദ്ര കമ്മിറ്റി നടക്കുന്ന സാഹചര്യം ആയതുകൊണ്ടാണ് എന്ന ആരോപണം കൂടി ഉണ്ടായിരുന്നു. അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? അല്ല, അതിന് വസ്തുത ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഈ ദിവസം നടക്കുന്ന ഡെവലപ്മെൻറ്റ്സ്, കേസ് FIR സബ്മിറ്റ് ചെയ്യേണ്ട സ്റ്റിപ്പുലേറ്റഡ് ഡേറ്റ് കഴിയുന്നതിൻ്റെ തലേദിവസി QV റിപ്പോർട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നു വിജിലൻസ് ഡയറക്ടർ. എത്തുന്നു. അപ്പോൾ തന്നെ IAS ഓഫീസറെ അതിനകത്ത് ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നു. IAS ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രതിഷേധമായിട്ട് വരുന്നു. അപ്പോൾ ഇതൊക്കെ ആരെ ലക്ഷ്യം വെച്ചിട്ടാണ്?
ഈ പാർട്ടിയുടെ ഈ സമ്മേളനങ്ങൾ ഇവിടെ നടക്കുന്നു, ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. മാധ്യമങ്ങൾ ജാഗരൂകരായിരിക്കുന്നു, രാഷ്ട്രീയ നേതാക്കളുണ്ട്, അതേപോലെ തന്നെ ജോസഫ് വാഴക്കിൻ്റെയൊക്കെ പാർട്ടിയിലുള്ള നേതാക്കൾ ഇത് ശ്രദ്ധിച്ചു നോക്കിയിരിക്കുന്നു. അവർക്കും വീണ് കിട്ടുന്ന ഒരു ഏരയാണിത്. അപ്പം അങ്ങനെ എല്ലാവരും ഇതിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ്, ഈ പാർട്ടി ഇതിനകത്തേക്ക് എന്ത് ചർച്ച ചെയ്യുന്നുള്ളതെന്ന് അറിയാൻ തന്നെയാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത്. പക്ഷേ അത് ചർച്ച ചെയ്യുന്ന അപ്പോൾ അകത്ത് നടക്കുന്ന കാര്യം പുറത്ത് ഇതുവരെയും വന്നിട്ടില്ല. ചെയ്യുമോ ചെയ്യുന്നില്ല എന്നുള്ളതാണല്ലോ നമുക്കെല്ലാം കിട്ടിയിരിക്കുന്ന ഒരു ഏകദേശ വിവരം. പക്ഷേ അത് ഈ CPM-നെ ഇപ്പോൾ ഒരു ഭരണകക്ഷി, കാരണം ഈ സെയിം സിറ്റുവേഷനാണ് കോൺഗ്രസിന് കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചത്. അഴിമതിക്കെതിരെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? നിയമത്തിൻ്റെ വഴിക്കേ പോകും. നിയമത്തിൻ്റെ വഴിക്കേ പോയതുകൊണ്ട് അവർക്ക് 44 സീറ്റ് കിട്ടി. ഇതാണ് സിറ്റുവേഷൻ എങ്കിൽ ഇതേ അവസ്ഥയിലേക്കാണ് ഇവരും പോകുന്നത്. ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന, ജേക്കബ് പറഞ്ഞാണ് അതിൻ്റെ ശരി, ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലുണ്ട്. ആ ലെവലിനകത്തേക്ക് ഇവർ വരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിയമത്തിൻ്റെ വഴിക്ക് പോകും, അഴിമതിക്കാരവിടെ ഇരിക്കും, ബാക്കിയുള്ളവരൊക്കെ തന്നെ പോകും. തീർച്ചയായും ജനത്തിന്റെ ജനത്തിന്റെ തീരുമാനത്തിലേക്ക് പോകും. തീർച്ചയായും വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം.